ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷിഫ്റ്റ് ഗിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഒരു ആഗ്രഹം ഒരു പഴയ വണ്ടി എടുത്ത് നമ്മുടെ കൈ ഒന്ന് തെളിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വാഹനം എടുക്കാനായിട്ട് പോകുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നത്, കാരണം നമ്മൾ ഒരു വാഹനം പോലീസിലോ ഫേസ്ബുക്കിലോ കണ്ട് നമ്മൾ വിളിച്ച് ചെന്ന് കഴിയുമ്പോൾ നമ്മൾ വിളിക്കുന്നതായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല നമ്മൾ വാഹനം കാണാനായിട്ട് ചെന്ന് കഴിയുമ്പോൾ. ഇപ്പോൾ പ്രാക്ടിക്കലി നമ്മളിപ്പോൾ ഒരു വാഹനം എടുക്കാൻ പോകുമ്പോൾ മിക്കവാറും എല്ലാവരും ഒരു വർക്ക്ഷോപ്പുകാരനെയോ ആരെങ്കിലും ഒക്കെ അറിയാവുന്ന ആളെയും വിളിച്ചുകൊണ്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ചിലപ്പോൾ ഒരു 50,000 രൂപ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ 10 വണ്ടി കണ്ടെങ്കിലാണ് നമുക്ക് ചിലപ്പോൾ ഒരു വണ്ടി ഇഷ്ടപ്പെടുകയുള്ളൂ. ഈ 10 പ്രാവശ്യം നമുക്ക് ഒരാളെ വിളിച്ചുകൊണ്ട് പോകുക എന്നൊക്കെ പറഞ്ഞാൽ അത് പ്രാക്ടിക്കലി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആദ്യം നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഒരു വാഹനം എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തന്നെ ചെന്ന് നമ്മളൊരു വാഹനം കണ്ട് നമുക്ക് ആ വാഹനം ഇഷ്ടപ്പെട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേണമെങ്കിൽ ഒരു വർക്ക്ഷോപ്പിൽ നിന്ന് ഒരു എക്സ്പീരിയൻസിലുള്ള ഒരാളെ വിളിച്ചുകൊണ്ട് പോയി നമുക്ക് വാഹനം നോക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെന്ന് ഒരു വാഹനം എങ്ങനെയാണ്, ഏത് തുടക്കക്കാർക്ക് പോലും എങ്ങനെയാണ് ഒരു വാഹനം അത്യാവശ്യം നല്ലതാണോ എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് എങ്ങനെ സാധിക്കുമെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ വാഹനം വെച്ചാണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു വാഹനം കണ്ടു കഴിയുമ്പോൾ നമുക്ക് നല്ല വാഹനമാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഔട്ട്ലുക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത്യാവശ്യം പെയിൻറ്റ് ക്വാളിറ്റിയൊക്കെ നോക്കുക, നല്ല ക്ലീൻ ആയിട്ടാണ് വാഹനം നിൽക്കുന്നതെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള പെയിൻറ്റ് ക്വാളിറ്റിയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഫസ്റ്റ് ഔട്ട്ലുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് വണ്ടി ഇഷ്ടപ്പെടും. അങ്ങനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഗ്ലാസ്സിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്ലാസ്സിൽ വാഹനത്തിൻ്റെ മാനുഫാക്ചറിങ് ഇയർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ വണ്ടി 2004 വണ്ടിയാണ്. അപ്പോൾ ഇതിനകത്ത് പഴയ രീതിയിലുള്ള വാഹനത്തിലെല്ലാം 04 അല്ലെങ്കിൽ 02, 01 അങ്ങനെയാണ് നമ്പർ രേഖപ്പെടുത്തുന്നത്. പക്ഷെ പുതിയ വണ്ടികൾക്ക് അതനുസരിച്ച് കോഡ് വ്യത്യാസമുണ്ട്. അത് ഈ വാഹനത്തിൻ്റെ ഈ ഗ്ലാസ് കണ്ടോ, 2004 വാഹനമാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ വാഹനത്തിൻ്റെ എല്ലാ ഗ്ലാസ്സുകളിലും നമ്മൾ ആ കോഡ് തന്നെ ഉണ്ടോ എന്ന് നോക്കുക, ഈ 04 എന്ന് ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ അതെ, നമ്മളിപ്പോൾ ഈ വാഹനത്തിൻ്റെ ഗ്ലാസ് നോക്കി, ഇത് 04 ആണ്. അടുത്ത ഗ്ലാസ്സിലേക്ക് വന്ന് നോക്കി, അതും 04. അടുത്തതിൽ നോക്കി, അത് 04. അടുത്ത ഗ്ലാസ്സിൽ നോക്കി, അവിടെയും 04 തന്നെയാണ്. ബാക്കിലത്തെ മെയിൻ ഗ്ലാസ്സിൽ നോക്കി, അതും 04. അടുത്ത ക്വാർട്ടർ ഗ്ലാസ് 04. അടുത്ത ഗ്ലാസ് അത് 04. അടുത്ത ഗ്ലാസ് നോക്കി, അതും 04 ഉണ്ടോ. അപ്പോൾ അങ്ങനെ ഈ വാഹനത്തിൻ്റെ എല്ലാ ഗ്ലാസ്സുകളും കൃത്യമായിട്ട് ആ 04 തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഗ്ലാസ്സുകളൊന്നും റീപ്ലേസ്മെൻ്റ് ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ ഇതെല്ലാം നമുക്ക് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. എന്നിരുന്നാലും ഒരു ജെന്യുവിൻ വാഹനമാണെങ്കിൽ അവരങ്ങനെയൊന്നും ചെയ്യാൻ പോകില്ല. അപ്പോൾ നമുക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം പ്രഥമമായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യമെന്ന് പറയുന്നത് ഈ ഗ്ലാസിൻ്റെ ഇയർ നോക്കുക എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ എല്ലാ ഡോറുകളും ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് പതുക്കെ ഈ ഒരു ടൈപ്പ് ഗ്രൂ ഈ ഡോറിൻ്റെ എല്ലാം എൻഡിലൂടെ ഉണ്ടായിരിക്കും. ഉണ്ടോ, ഈ ഒരു ഗ്രൂ ഉണ്ടായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റിയിട്ടൊക്കെ നമ്മൾ പാച്ച് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ കമ്പനി വരുന്ന ഗ്രൂ നഷ്ടപ്പെടും. ഇതും നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ചെയ്യാം. പക്ഷേ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നഖം കൊണ്ട് ഇങ്ങനെ കോറിക്കഴിഞ്ഞാൽ ആ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തത് പറഞ്ഞു പോകട്ടും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഗ്രൂവും എല്ലാ ഡോറുകളിലും നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെ കറക്റ്റായിട്ട് ഗ്രൂ ഉണ്ടെങ്കിൽ ആ വാഹനത്തിന് മേജറായിട്ടുള്ള ആക്സിഡൻറ്റുകളൊന്നും സംഭവിച്ചിട്ടില്ല, ഡോറൊന്നും റീപ്ലേസ് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നമ്മൾ ബോണറ്റും മെയിനായിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബോണറ്റൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ബോണറ്റിലും ഇതുപോലെയുള്ള ഗ്രൂ കറക്റ്റായിട്ട് എല്ലാ സൈഡിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. ഡോറൊക്കെ ചിലപ്പം പല വാഹനങ്ങളിലും ചെറിയ രീതിയിലൊക്കെ ചെറിയ ആക്സിഡൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ തട്ടൊക്കെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും ഡോറൊക്കെ റീപ്ലേസ് ചെയ്യാറോ അല്ലെങ്കിൽ പാച്ച് വർക്ക് ചെയ്യാറൊക്കെ ഉണ്ട്. അതൊന്നും വലിയ പ്രശ്നമൊന്നും സംഭവിക്കാറില്ല. പഴയ വണ്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അത്ര വലിയ കാര്യമാക്കേണ്ട കാര്യമല്ല. പക്ഷേ മേജറായിട്ടുള്ള എന്തെങ്കിലും ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിൽ നിന്നൊക്കെ വലിയ ഇടിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിന് ഈ ബോണറ്റിൻ്റെ ഗ്രൂ ഒക്കെ മാറിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ കമ്പനി വരുന്നൊരു പേസ്റ്റിംഗ് ആണ്. ഈ ഒരു ഭാഗത്ത് ഈ ഭാഗമാണ്, ആപ്രോണിൻ്റെ ഭാഗമാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു ഭാഗത്തെ ഈ കമ്പനി പേസ്റ്റിങ് ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് വേണം. ഇത് രണ്ടാമത് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിലുള്ള ഫിനിഷിങ്ങുള്ള ഒരു പേസ്റ്റിംഗ് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ഈ ഒരു ഭാഗം നമ്മൾ മെയിനായിട്ട് രണ്ട് സൈഡും ഒന്ന് ശ്രദ്ധിക്കണം. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒന്ന് ശ്രദ്ധിച്ചേക്കുക. കറക്റ്റായിട്ടുള്ള കമ്പനി വന്ന ഗ്രൂ തന്നെയാണോ അതുപോലെ തന്നെയാണോ നിൽക്കുന്നതെന്ന് ശ്രദ്ധിച്ചേക്കുക. ഈ ഒരു രണ്ട് കാര്യങ്ങൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മേജറായിട്ട് ആക്സിഡൻറ്റ് വല്ലതും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കത് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അത്രയും ഒരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മേജറായിട്ടുള്ള ഡോറുകളും അതുപോലെ ഫ്രണ്ട് ബോണറ്റ് അതുപോലെ ഈ ആപ്രോണിൻ്റെ ഭാഗങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മേജറായിട്ടുള്ള എന്തെങ്കിലും ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ എൻജിൻ റൂം ഒന്ന് ശ്രദ്ധിക്കുക.
ഒരു അത്യാവശ്യം പഴയ വണ്ടിയാണെങ്കിലും എഞ്ചിൻ റൂം അത്യാവശ്യം നീറ്റായിട്ട് നിൽക്കുന്ന വാഹനമാണെങ്കിൽ വാഹനം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണെന്ന് നമുക്ക് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അനാവശ്യമായിട്ടുള്ള ഓയിൽ ലീക്കുകളോ അങ്ങനെയുള്ള കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ പാക്കിംഗ് ഒക്കെ പോയിട്ട് നമുക്ക് ചെറിയ വർക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എഞ്ചിൻ റൂം നമ്മളൊന്ന് ശ്രദ്ധിക്കുക. വാഹനത്തിൻ്റെ പഴക്കത്തിനനുസരിച്ച് പഴക്കത്തേക്കാൾ കൂടുതൽ വൃത്തികേടായിട്ടൊക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത വാഹനമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വാഹനത്തിൻ്റെ ബാറ്ററി ഒന്ന് ശ്രദ്ധിക്കുക. ബാറ്ററി ഇപ്പോൾ ഈ വാഹനത്തിനെ സംബന്ധിച്ചോളം ബാറ്ററി ഇത് 2018 ബാറ്ററിയാണ്. 2018 എന്ന് പറയുമ്പോൾ ഇപ്പം ശരിക്കും പറഞ്ഞാൽ 6 വർഷമായി. ഏകദേശം ഇതിൻ്റെ ലൈഫ് തീർന്ന ഒരു ബാറ്ററിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ബാറ്ററി നമുക്ക് റീപ്ലേസ് ചെയ്തെടുക്കേണ്ടി വരും. കാരണം ഉറപ്പായിട്ടും ഈ വാഹനത്തിന് ഒരു 4 വർഷം അല്ലെങ്കിൽ 5 വർഷത്തിൽ കൂടുതലൊന്നും നോർമലി ഒരു ബാറ്ററി ലഭിക്കാറില്ല. അതിന് ശേഷമുള്ള ബാറ്ററി എന്ന് പറയുന്നത് ഉറപ്പായിട്ടും നമ്മൾ ആ ബാറ്ററി മാറ്റേണ്ടി വരും. അപ്പോൾ ഈ വാഹനം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ വാഹനത്തിൻ്റെ ബാറ്ററി മാറ്റേണ്ടി വരും. അങ്ങനെ ഒരു സംഭവമുണ്ട് ഈ വാഹനത്തെ സംബന്ധിച്ചിടത്തോളം. ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചേക്കുക. പിന്നെ അതിനുശേഷം നമ്മൾ പിന്നെ വേണമെങ്കിൽ നമ്മുടെ ആ ഓയിൽ ലെവലൊക്കെ ഒന്ന് നോക്കിയേക്കുക. ഓയിൽ നല്ല ഓയിലാണോ, ഓയിൽ പ്രോപ്പറായിട്ടുണ്ടോ, കുറവുണ്ടോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കുക. പിന്നെ അതുപോലെ റേഡിയേറ്ററിലെ കൂളൻ്റ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടോ, തുരുമ്പൊക്കെ ഒത്തിരി ഉണ്ടോ എന്ന് നോക്കുക. തുരുമ്പൊക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ തുരുമ്പുണ്ടോ എന്ന് നോക്കിയേക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ബേസിക്കായിട്ട് ആർക്കും നോക്കി മനസ്സിലാക്കാവുന്ന ഒരു കാര്യങ്ങളാണ് വാഹനത്തിൻ്റെ സംബന്ധിച്ചിടത്തോളം. ഇത്രയും നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് ശ്രദ്ധിക്കുക. വാഹനം നീറ്റായിട്ടാണ് പരിപാലിച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ ഈ ഇൻറ്റീരിയർ എപ്പോഴും നീറ്റായിട്ടിരിക്കും. അനാവശ്യമായിട്ടുള്ള ചെളിയോ അല്ലെങ്കിൽ വൃത്തികേടൊന്നും ഉണ്ടാവില്ല. ഈ വാഹനത്തെ സംബന്ധിച്ചോളം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ 2004 സമയത്തൊക്കെ കമ്പനി ഇറങ്ങിക്കൊണ്ടിരുന്ന അതേ സീറ്റ് കവർ തന്നെയാണ് ഇപ്പോൾ കിടക്കുന്നത്. ആ സീറ്റ് ഡ്രൈവറുടെ സീറ്റിൻ്റെ ആ സീറ്റ് കവർ പോയിട്ടുണ്ട്. പക്ഷേ അത് സ്റ്റോക്ക് കമ്പനി വന്ന അതേ സീറ്റ് തന്നെയാണ്. അപ്പോൾ ഒത്തിരി റഫ് യൂസ് ചെയ്തിട്ടില്ലാത്ത വാഹനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഈ സീറ്റിൻ്റെ ക്വാളിറ്റി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കും. ഇപ്പോൾ ഈ വണ്ടി എന്ന് പറയുമ്പോൾ 47,000 കിലോമീറ്ററാണ് ഈ വാഹനം ഓടിക്കുന്നതായിട്ട് മീറ്ററെ കാണിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വാഹനം ഇപ്പോൾ 2004 ആകുമ്പോൾ 20 വർഷമായി. 20 വർഷം കൊണ്ട് 47,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ എന്ന് നമുക്ക് പലപ്പോഴും സംശയം സംഭവിക്കാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അതും നമുക്ക് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പതുക്കെ ഈ ബാക്കി ഇൻറ്റീരിയർ ശ്രദ്ധിച്ച് നമുക്ക് ശരിക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം ഈ വാഹനത്തിൻ്റെ സ്റ്റോക്ക് സ്റ്റിയറിംഗ് ആണ്. ഇതൊക്കെ ആ 2004 കാലഘട്ടങ്ങളിൽ വന്നുകൊണ്ടിരുന്ന ആ ടൈപ്പ് സ്റ്റിയറിങ്ങിൻ്റെ കവറാണ്. അതുപോലെ ഈ സ്റ്റിയറിങ്ങിൻ്റെ നമ്മുടെ കൺട്രോളുകളുടെ ഒന്നും തേയ്മാനമൊന്നും അധികം വന്നിട്ടില്ല. നമ്മുടെ ഇഗ്നിഷൻ സ്വിച്ച്, അതുപോലെ തന്നെ വൈപ്പറിൻ്റെ സ്വിച്ച്, അവിടെയൊക്കെ ആ എഴുത്തൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ AC ഒക്കെ ആണെങ്കിലും അധികം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ സ്ഥിരം യൂസ് ചെയ്ത് അതിന് തേയ്മാനോ AC എന്നുള്ളതൊക്കെ പക്കയായിട്ട് എഴുതിയിട്ടുണ്ട്. അതുപോലെ എല്ലാ ഭാഗത്തും ഈ വാഹനത്തിനെ സംബന്ധിച്ചിടത്തോളം നീറ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ ഗിയർ നോബ്, അതുപോലെ പിന്നെ നമുക്ക് ശ്രദ്ധിക്കാവുന്നത് ക്ലച്ചിൻ്റെയും ബ്രേക്കിൻ്റെയും പെഡല്, അതുപോലെ ആക്സിലേറ്ററിൻ്റെ പെഡല്, ഇതൊക്കെ യൂസ് ചെയ്യുന്നത് കൂടുന്നതനുസരിച്ച് ഇതിനൊക്കെ തേയ്മാനം സംഭവിക്കുന്നതാണ്. ഇത് ഏകദേശം നമുക്ക് സ്റ്റോക്ക് സാധനം തന്നെയാണ് ഇപ്പോൾ കിടക്കുന്നത്. വ്യത്യാസം വരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ഫിനിഷിങ്ങോടുകൂടി നമുക്ക് കിട്ടിയല്ല. കണ്ടോ സ്റ്റിയറിങ്, അതുപോലെ ഹാൻഡ് ബ്രേക്കിൻ്റെ കേബിള്, ഹാൻഡ് ബ്രേക്കിൻ്റെ ഹാൻഡിൽ, അതുപോലെ സൈഡൊക്കെ ഡോർ ഹാൻഡിൽ, നമ്മുടെ വൈൻഡർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വാഹനം അധികം ഓടിയിട്ടുണ്ടോ, ഈ 47,000 എന്നുള്ളത് ജെനുവിനാണോ എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വാഹനത്തിൽ കയറി ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം വാഹനം സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം ഇപ്പോൾ AC ഉള്ള വാഹനമാണെങ്കിൽ AC-യുടെ സ്വിച്ച് ഒന്ന് ഇടുക, ബ്ലോവർ ഓൺ ആക്കുക. അപ്പോൾ ഓൺ ആക്കി കഴിയുമ്പോൾ തന്നെ എൻജിൻ സൗണ്ടിന് ഒരു വ്യത്യാസവും എൻജിനിൽ ഒരു ലോഡ് വരുന്നതുമായിട്ട് നമുക്ക് മനസ്സിലാവും. അങ്ങനെ വരുന്നുണ്ടെങ്കിലും അതിനുശേഷം AC-യുടെ തണുപ്പൊന്ന് കൂളിംഗ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കൂളിംഗ് വരുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ കൂളിംഗ് വരുന്നുണ്ടെങ്കിലും അതുപോലെ എൻജിൻ ലോഡ് ആകുന്നുണ്ടെങ്കിൽ AC-ക്കും കുഴപ്പമൊന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഫസ്റ്റ് ഗിയറിൽ ഇട്ടതിന് ശേഷം പതുക്കെ വാഹനം ഒന്ന് എടുത്തു നോക്കുമ്പോൾ ക്ലച്ചിൻ്റെ സ്മൂത്ത്നെസ് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. പെട്ടെന്ന് ചാടി പോവുകയോ അല്ലെങ്കിൽ എടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തെറിച്ചു പോവുകയോ അതുപോലെ ക്ലച്ചിന് ഭയങ്കര കട്ടി തോന്നുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ വാഹനത്തിന്റെ ക്ലച്ച് മാറാറായിട്ടുണ്ടാവുമെന്ന് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. അതുപോലെ ബ്രേക്കിന്റെ എഫിഷ്യൻസി ഒന്ന് ചെക്ക് ചെയ്യുക. ബ്രേക്ക് പാഡ് മാറാറായിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ക്ലച്ചൊക്കെ കംപ്ലൈന്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അതിനനുസരിച്ച് പൈസ അധികം മുടക്കേണ്ടി വരും. അപ്പൊ ആ ഒരു കാര്യം ഇതും നമുക്ക് തന്നെ മനസ്സിലാക്കി എടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പൊ പഴയ വണ്ടിയൊക്കെയാണ് എടുക്കണമെങ്കിൽ, മാരുതിയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരു സൈഡിലേക്ക് ഫുള്ള് സ്റ്റിയറിംഗ് ഒന്ന് തിരിച്ചു വയ്ക്കുക. ഇങ്ങനെ ഫുള്ള് തിരിച്ചു വെച്ചതിന് ശേഷം
പതുക്കെ നമ്മൾ ആക്സിലേറ്റർ കൊടുത്തുകൊണ്ട് പതുക്കെ നമ്മളൊന്ന് വണ്ടി എടുത്തു നോക്കണം. ഫുള്ള് ഒരു സൈഡിലേക്ക് ഓടിച്ചു വെച്ചതിന് ശേഷം ഫുള്ള് ഒന്ന് റൗണ്ട് ചെയ്ത് എടുത്തു നോക്കുക. അപ്പോൾ ഒരു ടക്ക് ടക്ക് എന്നുള്ള സൗണ്ടോ അല്ലെങ്കിൽ ഒരു കടകട സൗണ്ടോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ വാഹനത്തിൽ ഡ്രൈവ് ഷാഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വർക്ക് ഉണ്ടാവും. അതും വന്നു കഴിഞ്ഞാൽ രണ്ട് സൈഡിലേക്കും ഇതുപോലെ വലത്തേക്കും ഇടത്തേക്കും നമ്മളൊന്ന് ഫുള്ള് റൈറ്റ് ഓടിച്ചു വെച്ചതിന് ശേഷം പതുക്കെ ഒന്ന് എടുത്ത് ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ ഇത് വന്നിട്ടുണ്ടെങ്കിൽ ആ പണിയും വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം 10,000-3000 രൂപയോളമൊക്കെ നമുക്ക് മുടക്ക് വരാൻ സാധ്യതയുണ്ട്. അതിന് മേളിലേ മുടക്ക് വരുള്ളൂ. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പുകയുണ്ടോ എന്നുള്ള കാര്യം കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കുക. കാരണം വാഹനം ന്യൂട്രൽ ആക്കിയതിന് ശേഷം നന്നായിട്ട് ആക്സിലറേറ്റർ കൊടുത്ത് റേസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ റേസ് പിടിക്കുമ്പോൾ കട്ട പുക തള്ളുന്നുണ്ടെങ്കിൽ എൻജിൻ ഭാഗത്തിനും ഈ വാഹനത്തെ സംബന്ധിച്ചിടത്തോളം കംപ്ലൈൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഇത്രയൊക്കെ നോക്കിയതിന് ശേഷം പിന്നെ നിങ്ങൾ മേജറായിട്ട് കാര്യം നോക്കേണ്ടത് പാച്ച് വർക്ക് ഉണ്ടോ എന്ന് നോക്കണം. പാച്ച് വർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല പൈസ വരാൻ സാധ്യതയുണ്ട്. പഴയ വണ്ടിയൊക്കെ എടുത്ത് കഴിയുമ്പോൾ ഒത്തിരി പാച്ച് വർക്ക് വന്നാൽ നല്ല പൈസ വരും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ വാഹനത്തിൻ്റെ അടിഭാഗത്തൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അടിയിലേക്ക് ഒന്ന് പതുക്കെ നമ്മൾ ചെരുപ്പ് കൂരിട്ടിട്ട് പതുക്കെ ഒന്ന് നോക്കുക. അതല്ലെങ്കിൽ റാമ്പേലോ വല്ലതും കയറ്റിയിട്ട് നോക്കാൻ പറ്റുമെങ്കിൽ അവിടെ എങ്ങനെയും ഒന്ന് നോക്കുക. അങ്ങനെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാച്ച് വർക്ക് ഉണ്ടെങ്കിൽ തുരുമ്പെടുത്ത് എന്തെങ്കിലും ഭാഗങ്ങളൊക്കെ നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ പാച്ച് വർക്ക് ചെയ്യണമെങ്കിൽ നല്ല പൈസ വരും. അത് നോക്കാനായിട്ട് നമുക്ക് ഈ ടയറിൻ്റെ അടിഭാഗത്ത്, അതുപോലെ പ്ലാറ്റ്ഫോമിൻ്റെ അടി, അതുപോലെ ഈ ബാക്ക് ഭാഗത്തെ ടയറിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് പാച്ച് വർക്ക് വല്ലതും വന്നിട്ടുണ്ടോ എന്ന് നോക്കിയെടുക്കാനായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചതിന് ശേഷം വാഹനത്തെക്കുറിച്ച് അറിയാവുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളെ വിളിച്ചുകൊണ്ട് പോയി പേപ്പർ ഭാഗങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ വാഹനം വാങ്ങുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.